ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശബരിമല സ്വർണ്ണ കവർച്ചയെന്ന പെരുംകൊള്ളയിൽ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും ദേവസ്വം ബോർഡിന്റെ മുൻ അമരക്കാരനുമായിരുന്ന A. പത്മകുമാർ ജയിലിലായിട്ട് ഇന്നേക്ക് 48 ദിവസമായി. SIT അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ, SIT കോടതിയുടെ നിയന്ത്രണത്തിൽ. ഇതാണ് CPM സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ മാറി നിന്ന് പറയുന്നത്. എന്നാൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തിയ SITയുടെ കണ്ടെത്തലുകൾ ഓരോന്നായി പുറത്തുവരുമ്പോൾ അത് അംഗീകരിക്കാൻ CPMന് കഴിയുന്നില്ലേ? SITയുടെ മെല്ലെപ്പോക്കിൽ സംശയമെന്ന പ്രതിപക്ഷവാദത്തിന് കോടതിയിൽ നിന്ന് കിട്ടിയില്ലേ എന്നാണ് CPMന്റെയും സർക്കാരിന്റെയും ആശ്വാസ മറുപടി. SITക്ക് നേരെയുള്ള വിമർശനങ്ങളിൽ മാധ്യമങ്ങളെ വിമർശിച്ച കോടതി നടപടിയും സർക്കാർ ആയുധമാക്കുന്നു. എന്നാൽ സംഘടിത കൊള്ളയെന്ന കോടതി വിമർശിച്ച ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാർ അടക്കം 4 പേർ പാർട്ടി പ്രതിനിധികളാണ്. സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ പത്മകുമാറിനെ തള്ളാറായില്ലേ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്, M. ജയചന്ദ്രൻ ഇടത് സഹയാത്രികൻ, RK ജയരാജൻ റിട്ടയേർഡ് SP, TK രാജഗോപാൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ജനീഷിലേക്കാണ്. ജനീഷ്, ഇപ്പോൾ പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഇന്നും കോടതിയിൽ നിന്നും തള്ളിയ ദിവസമാണ്. പക്ഷേ ഈ ഘട്ടത്തിലും CPIM തള്ളിപ്പറഞ്ഞിട്ടില്ല പത്മകുമാറിനെ എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. കാരണം കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്നാണ് പാർട്ടി പറയുന്നത്. അതാണ് സർക്കാരിൻ്റെയും നിലപാടെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയാകട്ടെ ഇതിൽ പ്രതികരിക്കാൻ പരിമിതിയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 48 ദിവസമായി, തെരഞ്ഞെടുപ്പിന് ഇനി 100 ദിവസം എന്ന കണക്കിലേക്ക് വരുന്നു. സ്വർണ്ണക്കൊള്ളയാണ് നിങ്ങളുടെ പ്രധാന പ്രചാരണ ആയുധം എന്ന വിവരം വരികയാണ്. എന്തുകൊണ്ടായിരിക്കാം പത്മകുമാറിന് ഈ സംരക്ഷണം? തീർച്ചയായിട്ടും ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് പത്മകുമാറിനെ തള്ളുന്നില്ല എന്ന് മാത്രമല്ല, പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM ഇപ്പോഴും പറയുന്നത് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ചാർജ് ഷീറ്റ് വരട്ടെ എന്നാണ് പറയുന്നത്. ഈ ചാർജ് ഷീറ്റ് വന്നാൽ മാത്രമാണ് ഒരാൾ ഇത്തരത്തിലുള്ള ഒരു കേസിൽ പ്രതിയാക്കപ്പെടുക എന്നുള്ള ചിന്തയൊക്കെ CPMന് എന്നു മുതലാണ് വന്നത്. ഇതേ സ്ഥാനത്ത് മറിച്ചാണെന്ന് ചിന്തിക്കുക. CPM പറയുന്ന ന്യായം എന്തായിരിക്കും? CPM ഉന്നയിക്കുന്ന രാഷ്ട്രീയമായ ആരോപണങ്ങൾ എന്തായിരിക്കും? ഇപ്പോൾ ഇവിടെ പത്മകുമാർ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായിരുന്നില്ല. ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് മാത്രമല്ല, CPMൻ്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ മുൻ MLAയും പിണറായി വിജയൻ്റെ ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ ആ പത്മകുമാറിനെ സംരക്ഷിക്കാൻ ഇവിടെ എല്ലാ തരത്തിലും CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ കോടതി പോലും അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ നിരന്തരമായി തള്ളിക്കൊണ്ടിരിക്കുമ്പോഴും CPM ഇപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യത്തെ എങ്ങനെയാണ് ഇവർക്ക് ലഘൂകരിച്ച് കാണാൻ വേണ്ടി സാധിക്കുക? ശബരിമലയിൽ നിന്ന് ഏതെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെങ്കിൽ അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അറിയുന്ന ആളുകൾക്കറിയാം, അത് സന്നിധാനത്ത് വെച്ച് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം. ഇനി അവിടെ നിന്ന് താഴേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ മഹസർ രേഖപ്പെടുത്തണമെന്നും ഹൈക്കോടതിയുടെ അനുവാദം വാങ്ങണമെന്നുമുണ്ട്. ആ മഹസർ രേഖപ്പെടുത്തിയ ഘട്ടത്തിൽ ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ഇതിൻ്റെ ക്രമക്കേടിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അവിടെ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ മഹസർ രേഖപ്പെടുത്തി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ കൈവശമാണ് ഇത് ഏൽപ്പിക്കേണ്ടതെന്നിരിക്കെ അതിൽ നിന്നെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായി പോറ്റിയുടെ കൈവശം കൊടുത്തയക്കുന്നു. പോറ്റി ദിവസങ്ങളോളം ഇത് കയ്യിൽ വെക്കുന്നു, അല്ലെങ്കിൽ അവിടെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി സമയമെടുക്കുന്നു. അതിൽ നിന്ന് സ്വർണം അപഹരിക്കപ്പെടുന്നു. പിന്നീട് അത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ തന്നെ അത് ചെമ്പുപാളികളാണ് എന്ന് എഴുതി ചേർക്കപ്പെടുന്നു. അതോടുകൂടി ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് സ്വർണം പൂശിയതാണ് എന്നുള്ള ഒരു വസ്തുത ഇവിടെ പത്മകുമാർ തന്നെ രേഖകളിൽ കൃത്രിമം വരുത്തുകയാണ്. അങ്ങനെ ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള പത്മകുമാറിനെ ഇപ്പോഴും CPM സംരക്ഷിക്കുന്നതിന് പുറകിലെ രാഷ്ട്രീയമായ കാരണങ്ങൾ എന്ത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായ ഒരു സംശയമുണ്ട്. പത്മകുമാർ തന്നെ പറഞ്ഞു, ദൈവതുല്യരായ ചിലരുടെ ഇടപെടൽ മൂലമാണ് ഞാനിത് ചെയ്തത്, ഇതൊരു കൂട്ടായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പത്മകുമാർ തന്നെ പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ടെന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആരാണ് ഈ ദൈവതുല്യർ എന്നുള്ളത് നമ്മൾ ഇപ്പോഴും ആശങ്കപ്പെടുത്തുകയാണ്. കാരണം നിരന്തരമായി പത്മകുമാർ സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ദൈവതുല്യൻ എന്ന് പത്മകുമാർ വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉന്നതനായ ഏതോ ഒരു CPM നേതാവ് അതാരാണ് എന്ന് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതാരാണ്? മുഖ്യമന്ത്രിയാണോ? അതല്ലെങ്കിൽ CPMൻ്റെ ഏറ്റവും ഉന്നതനായ മറ്റേതെങ്കിലും നേതാക്കന്മാരാണോ? അവരാണോ ഇദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കുന്നതിന് വേണ്ടി പുറത്താക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്? ധാർമ്മികമായൊരു ഉത്തരവാദിത്വമില്ലേ CPM പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്? ശബരിമല പോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടിട്ട് ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ ദിവസങ്ങളോളം നോമ്പെടുത്ത് വ്രതമെടുത്ത് ശരണം വിളികളോടുകൂടി മല ചവിട്ടുന്ന ആ പുരാതനമായ ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് പോലും ഇത്രത്തോളം വലിയൊരു കൊള്ള നടത്തിയ ഒരു കേസിലെ പ്രതിയെ
ഇപ്പോഴും പാർട്ടിക്കകത്ത് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ നടപടി എടുത്തിട്ടുണ്ടോ? അപ്പോൾ CPM ഭയപ്പെടുന്നുണ്ട്. നടപടി എടുത്താൽ പത്മകുമാർ ചിലത് വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറയുന്ന ഘട്ടമുണ്ടായാൽ ഏറ്റവും ഉന്നതരായ പല CPM നേതാക്കന്മാരും പ്രതിസ്ഥാനത്തേക്ക് വരുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ദേവസ്വം മന്ത്രിയെയും ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നും മൊഴിയെടുത്തു. ഒറ്റത്തവണയെ വിളിപ്പിച്ചിട്ടുള്ളൂ. ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകളുണ്ട്. ഇതുവരെ അത് ഉണ്ടായിട്ടില്ല. SITക്ക് സമയമൊക്കെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SIT വളരെ സ്വതന്ത്രമായി കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ആരെങ്കിലും സംരക്ഷിക്കാനാണെങ്കിൽ SITക്ക് കിട്ടുന്ന ചില വിവരങ്ങളുണ്ടല്ലോ, ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില മൊഴിയെടുക്കലുകളിലേക്ക് പോകുന്നു. അത് നിങ്ങൾ സംശയിക്കുന്ന രൂപത്തിലേക്കാണെങ്കിൽ ഈ ദൈവതുല്യൻ എന്നുള്ളത് പാർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ അതിലേക്ക് എത്താൻ SITക്ക് തടസ്സമില്ല. അല്ല, SITക്ക് തടസ്സമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്ത് സംബന്ധിച്ച് അങ്ങ് നേരത്തെ പറഞ്ഞു. കടകംപള്ളിയെ ചോദ്യം ചെയ്ത് നമ്മൾ ആരെങ്കിലും പറഞ്ഞു. ശനിയാഴ്ചയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. വെള്ളിയാഴ്ചയാണ് യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ കടകംപള്ളിയെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ തിങ്കളാഴ്ച മാർച്ച് നടത്തുന്ന സമയത്ത് മാത്രമാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്ത വാർത്ത, പ്രശാന്തിനെ വിളിച്ചു വരുത്തിയ വാർത്തയൊക്കെ പുറത്തേക്ക് വരുന്നത്. ഒരു ഈച്ച പോലും അറിയാതെ കടകംപള്ളിക്കും പ്രശാന്തിനും SITക്ക് മുമ്പിൽ ഹാജരാകാൻ സാധിച്ചു. അവിടെ നിന്ന് ചോദ്യം ചെയ്യലിന് ശേഷം തിരിച്ചു പുറത്തു പോകാൻ വേണ്ടി കഴിഞ്ഞു. ഒരു വാർത്തയും പുറത്തു വന്നില്ല. അപ്പോൾ SITയെ സംബന്ധിച്ച് ചില രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ട് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. കാരണം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് അദ്ദേഹം പോലും അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. അതല്ലാതെ പിന്നെ അദ്ദേഹം നേരിട്ടൊരു കത്ത് കിട്ടുന്ന സാഹചര്യം പോലും ഉണ്ടായില്ല. അപ്പോൾ ഏതൊക്കെ വാർത്ത പുറത്തുവിടണം, ഏതൊക്കെ വാർത്ത മൂടി വെക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇവർക്ക് കൃത്യമായ സമ്മർദ്ദങ്ങളുണ്ട്. ചില ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഹൈക്കോടതിക്ക് പോലും പറയേണ്ടി വന്നല്ലോ, ഡിസംബർ 5-ന് ശേഷം SITയുടെ അന്വേഷണത്തിൽ ഗുരുതരമായ മെല്ലെപ്പോക്കുണ്ട് എന്ന് മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളല്ലോ പറഞ്ഞത്. ഹൈക്കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യം മറ്റൊന്നാണല്ലോ ജനീഷ്. ഇപ്പോൾ ബാഹ്യശക്തികളുടെ ഇടപെടൽ അനുവദിക്കാനാകില്ല, മാധ്യമങ്ങൾ അടക്കം എടുക്കുന്ന നിലപാടിനെ കോടതി വിമർശിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ ബാഹ്യശക്തികൾ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമാണ് എന്ന് ഇപ്പോൾ മന്ത്രി MP രാജേഷ് പറഞ്ഞതും അങ്ങ് കേട്ടു. അല്ല, ശബരിമലയിൽ ഏതെങ്കിലും ഒരു ബാഹ്യകക്ഷി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് CPM ആണ്. പ്രതിപക്ഷമാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ പിന്നെ ഈ വിമർശനങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടായില്ല. അവിടെ നിന്ന് ഇതിൻ്റെ ക്രൈം പാർട്ട് ഏതാണ്? ഇതിൻ്റെ ക്രൈം പാർട്ട് SIT അന്വേഷണത്തെ വിമർശിക്കുന്നതല്ലോ. ക്രൈം പാർട്ട് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷണം പോയി എന്നുള്ളതാണ്. അതിന് ഉന്നതരായ CPM നേതാക്കന്മാർ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള ആളുകൾ വാസു ആയാലും പിന്നെ നമ്മുടെ പത്മകുമാർ ആയാലും അകത്ത് കിടക്കുന്ന പിന്നെ വിജയകുമാർ ആയാലും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ CPM ബാന്ധവമുള്ളവരും CPMന്റെ ഉന്നതരമായ നേതാക്കന്മാരും CPM നേതൃത്വങ്ങളായി വലിയ ബന്ധം പുലർത്തുന്ന ആളുകളാണെന്നുള്ളതാണ്. അപ്പോൾ CPM ആണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരേക്ക് SITയുടെ അന്വേഷണത്തിൽ മെല്ലെപ്പോക്കുണ്ടാവുക എന്നുള്ളത് CPMന്റെ ആവശ്യമായിരുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരേക്കും ഈ അന്വേഷണത്തിൽ പരമാവധി പിന്നെ മയപ്പെടുത്താനും പരമാവധി ഈ അന്വേഷണത്തെ സംഘത്തെ സമ്മർദ്ദപ്പെടുത്താനും CPMന്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും കോടതിയുടെ അഭിപ്രായം ശരിയല്ല എന്ന നിലപാടാണോ ജനീഷ് കോൺഗ്രസിനുള്ളത്? കോടതി പറയുന്നു SIT സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ ജോലിയിൽ ഇടപെട്ട് അതിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പാടില്ല എന്നാണ് കോടതി പറയുന്നത്. SITയുടെ ജോലിയിൽ ആരും ഇടപെടുന്നില്ല, അവരുടെ ഡ്യൂട്ടിക്ക് തടസ്സമുണ്ടാക്കുന്ന നിലപാടുകൾ ആരും എടുക്കുന്നില്ല. SITയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ പറയുന്ന പത്മകുമാർ അടക്കമുള്ള ആളുകൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതല്ലാത്തൊരു ഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ഈ കേസ് അട്ടിമറിക്കപ്പെടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നടക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഹൈക്കോടതിക്ക് മുമ്പാകെ ഇവർ സമർപ്പിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായി നമ്മൾ ഈ സമൂഹത്തിനകത്ത് കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണ്. ഇവിടെ എന്തുകൊണ്ട് ഈ SITയുടെ അന്വേഷണത്തിൽ ഇപ്പോഴും പലരെയും ചോദ്യം ചെയ്യുന്നതിലൊക്കെ വലിയ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ്. 2019 സ്വർണം പൂശിയ ഈ ദ്വാരപാലക ശില്പങ്ങൾ 2024 നിന്ന് അവിടെ നിന്ന് വീണ്ടും അഴിച്ചെടുത്ത് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് ഹൈക്കോടതി തന്നെ പറഞ്ഞ നേരത്തെ ഒരു വിമർശനം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. 2019 കളവ് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണോ 2024 വീണ്ടും ഇത് അഴിച്ചെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത് എന്ന ചോദ്യം ഉന്നയിച്ചതും ഹൈക്കോടതിയുടെ ഭാഗത്ത് തന്നെയല്ലേ. അപ്പോൾ പ്രശാന്തിനെ അതിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യേണ്ടതായിരുന്നില്ല? എത്രയോ ദിവസങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്തു. എന്തുകൊണ്ട് പിന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ SIT സംഘം നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. SIT ഉദ്യോഗസ്ഥന്മാരും സത്യസന്ധരല്ലെന്നോ അവരാരും ഈ കേസിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. അവരിൽ അനാവശ്യമായ സമ്മർദ്ദം സർക്കാർ ചെലുത്തുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷമല്ല സമ്മർദ്ദം ചെലുത്തുന്നത്, സർക്കാരാണ് സമ്മർദ്ദം ചെലുത്തുന്നത്. സർക്കാരിനെയാണ് വിമർശിക്കുന്നത്, ഹൈക്കോടതിയോ അന്വേഷണ സംഘത്തെയോ. ശരി, ശ്രീ M ജയചന്ദ്രൻ, എന്തുകൊണ്ടാണ് പത്മകുമാറിനെ ഇന്നെ സംരക്ഷണത്തിൽ നിർത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.
ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും അതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാന വിഷയമെന്നറിഞ്ഞിട്ടും പാർട്ടിയിൽ തന്നെ തുടരട്ടെ പത്മകുമാർ എന്ന നിലപാട് എന്തുകൊണ്ടാണ്? അത് CPIM ഭയന്നിട്ടാണ്? കൂടുതൽ മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ചില മൊഴികൾ പത്മകുമാറിന്റെ ഭാഗത്തുണ്ടായാൽ അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്നതുകൊണ്ടുള്ള സംരക്ഷണമാണ് എന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾ പറയുമ്പോൾ അതിന് മറുപടിയുണ്ടോ? താങ്കളുടെ ഈ ചർച്ചയുടെ നൈതികതയെ, അതിന്റെ നീതിബോധത്തെ തന്നെ കടപുഴക്കുന്ന വർത്തമാനമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അദ്ദേഹം എന്താണ് ഒടുവിൽ പറയുന്നത്? SITയെ സംബന്ധിച്ച് കോടതി പറയുന്ന നിയമപരമായ പ്രശ്നങ്ങളാണ്, വ്യാഖ്യാനങ്ങളാണ്. ഞാൻ പറയുന്നത്, ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയമായ പ്രശ്നങ്ങളാണ്. ഇതാണ് ഇതിന്റെ കാര്യവും. അപ്പോൾ രാഷ്ട്രീയം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് മറയില്ലാതെ തുറന്നു പറയുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നൈതികതയില്ലാതെ, നീതിബോധമില്ലാതെയാണ് മിനിഞ്ഞാന്ന് അങ്ങ് പിന്നെ പറയുന്ന രാഷ്ട്രീയമല്ലേ? അല്ല, അങ്ങനെ താങ്കളല്ലല്ലോ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് യാതൊരു അധികാരവും അവകാശവും ഇല്ല മിസ്റ്റർ. നിങ്ങൾക്ക് യാതൊരു അധികാരവും അവകാശവും ഇല്ല മിസ്റ്റർ. അത് ആങ്കർ പ്രതിപരുത്തിക്കാരാണ്. അവരുടെ ചോദ്യങ്ങൾ അവർ ചോദിക്കും. സൗജന്യം ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെന്നേ. രോഷമല്ല. എനിക്ക് എന്നെ സംബന്ധിച്ചോളം എന്റെയും പ്രശ്നം എത്തിക്കലാണ്, നൈതികതയാണ് പ്രശ്നം. അവന് ഒരു മൂല്യബോധം വേണം വർത്തമാനം പറയുമ്പോൾ. അതില്ലാതെ വെറുതെ ചാടിക്കറി വർത്തമാനം പറയുമ്പോൾ സ്വാഭാവികമായും രോഷം ഉണ്ടാവും. അത്രേ ഉള്ളൂ കാര്യം. അല്ലാതെ ഞാൻ ശോഭിച്ച് വർത്തമാനം പറയുന്ന ആളെ അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെയും മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ശ്രീജേന്ദ്രൻ അങ്ങ് പറയൂ. എന്റെ ആദ്യ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം തിരിച്ചു പറയും. അതാണ് കാര്യം. വാദം പറഞ്ഞാൽ കേട്ടിരിക്കും, വീണ്ടും വിമർശിച്ചാൽ തിരിച്ചു പറയും. പറയില്ല. താങ്കൾ എന്റെ ചർച്ചയിൽ ഇനി ഒരു നിമിഷം, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇനി ഒരു നിമിഷം സംസാരിച്ചാൽ ആ നിമിഷം ഞാൻ ചർച്ചയിൽ നിന്ന് എഴുന്നേറ്റ് പോകും. ഒരു സംശയവും വേണ്ട. പറഞ്ഞു നോക്കൂ. അന്ന് ആ സെക്കൻഡ് ഞാൻ നിർത്തും എന്റെ ചർച്ച. അത്രേ ഉള്ളൂ കാര്യം. അങ്ങനെയൊന്നും എന്നെ പേടിപ്പിക്കാൻ പാടണ്ട കേട്ടോ ശ്രീജേന്ദ്രൻ. അല്ല, ഒരു എതിർവാദം പറഞ്ഞതാണ്. അതിനെ ഇങ്ങനെ നമ്മളൊരു ചർച്ചയാണല്ലോ, ചർച്ചയിലിടയ്ക്ക് അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇടയ്ക്ക് പറയുമല്ലോ. തുടക്കത്തിലേ പറയേണ്ടതില്ല. അങ്ങ് പറഞ്ഞ ശരിയാണ്. അങ്ങ് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. അങ്ങ് പറഞ്ഞോളൂ. പക്ഷേ ഞാൻ ഇടയിൽ കയറുന്നില്ല, അഭിപ്രായം പറയുന്നില്ല. ശരി ശ്രീജേന്ദ്രൻ, അങ്ങ് പറയൂ. എന്റെ ആദ്യ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞ ശേഷം ശരി നോക്കൂ, ഒരു മിനിറ്റ് ശ്രീജേന്ദ്രൻ, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം നമ്മളെല്ലാവരും കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് മാന്യത. താങ്കൾ മാന്യത കാണിച്ചു. താങ്ക് യു. ശരി ശ്രീജേന്ദ്രൻ, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് വരാം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദയവ് ചെയ്ത് എന്തുകൊണ്ടാണ് ഈ സംരക്ഷണം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ വലിയ ഉപകാരം. അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. എന്താണ്, എന്തുകൊണ്ടാണ് പത്മകുമാറിന് ഇത്ര സംരക്ഷണം? അതല്ല ചോദ്യം. അതെ അതെ. അതാണ് ഞാൻ പറഞ്ഞത്. മിനിഞ്ഞാന്നത്തെ 5-ാമത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ പേജ് നമ്പർ 4 ഐറ്റം നമ്പർ 8 അവസാനത്തെ സെന്റൻസിൽ, ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദിസ് നേച്ചർ ഇൻവോൾവിംഗ് സീരിയസ് അലിഗേഷൻ ആൻഡ് മാറ്റേഴ്സ് ഓഫ് പബ്ലിക് ഫെയ്ത്ത് cannot be conducted under the shadow of trial by media. മാധ്യമ വിചാരണയുടെ നിഴലിലല്ല ഇത്തരം അന്വേഷണങ്ങൾ നടക്കേണ്ടതെന്ന് അസന്നിഗ്ധമായി പറയുകയാണ് ഹൈക്കോടതി. ഒന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. ആ സംബന്ധിച്ച് എനിക്ക് പറയാനുമില്ല. അതല്ലല്ലോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതല്ലല്ലോ പ്രധാനപ്പെട്ട ഭാഗത്തിനുള്ള മറുപടി പറഞ്ഞ ശേഷം അങ്ങ്, കാരണം അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ പങ്കുമായി ബന്ധപ്പെട്ട് SIT നൽകിയ റിപ്പോർട്ടിലെ കാര്യങ്ങളുണ്ടല്ലോ. പത്മകുമാറിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഗുരുതരമാണ് എന്ന് കോടതിയിൽ SIT ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനോടുള്ള മറുപടി പറഞ്ഞ ശേഷം അങ്ങ് പറഞ്ഞ കാര്യമാണ് മീഡിയയുടെ കാര്യം. ഞാൻ ജനീഷിനോട് ചോദിക്കുകയും ചെയ്തല്ലോ. അങ്ങ് ഇതിനൊരു മറുപടി പറയൂ. എന്തുകൊണ്ടായിരിക്കാം പത്മകുമാറിന് ഈ സംരക്ഷണം? ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മിനിഞ്ഞാന്നത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അതിൽ പത്മകുമാറിന്റെ ഒരു വാചകം പോലും എഴുതായിട്ട് ഞാൻ ഇത്രയും പേജ് 8 പേജ് വായിച്ചിട്ട് ഞാൻ കണ്ടില്ല സ്മൃതി. പക്ഷേ നിരീക്ഷണങ്ങളുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഈ വിധിയുടെ കാര്യമാണ് പറഞ്ഞത്, അതിലെയാണ് വായിച്ചത്. ഇപ്പോ ഇനി അതിൽ പത്മകുമാറിന്റെ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു ചോദിച്ചാൽ, പത്മകുമാറിന്റെ കാര്യത്തിൽ നിലപാട് എന്താണെന്നുള്ളത് CPM നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്,
അതിൽ നിന്ന് മാറ്റമില്ല എന്നുള്ളത് പിന്നീടും പറഞ്ഞിട്ടുണ്ട്. അതൊരു വ്യക്തതയുള്ള മറുപടിയാണോ? അങ്ങേക്ക് അങ്ങനെ തോന്നിയോ? ശേഷം ശ്രീയേന്ദ്രൻ, കുറ്റപത്രം സമർപ്പിച്ച ശേഷമേ തീരുമാനിക്കൂ എന്ന് പറയുന്നത് എത്രത്തോളം വ്യക്തതയുള്ള മറുപടിയാണ്? അതെ, ഞാൻ പറയട്ടെ സ്മൃതി പ്ലീസ്. അത് CPM-ന്റെ അവരുടെ നേതാവായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള പത്മകുമാറിന്റെ കേസിൽ മാത്രമല്ല ഈ നിലപാട് CPM സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും പല ഘട്ടങ്ങളിലും. ഉദാഹരണത്തിന് വിൻസെന്റ് MLA-യുടെ കാര്യത്തിൽ, നമ്മുടെ മറ്റേ MLA ഉണ്ടല്ലോ മൂവാറ്റുപുഴ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒക്കെ ആ MLA-യുടെ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് ആ പാർട്ടിയാണ് എന്നാണ് CPM ഔദ്യോഗികമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. അവർ ആ MLA-മാരായിട്ട് തന്നെ തുടരുകയാണല്ലോ ചെയ്യുന്നത്. ആ കേസുണ്ടായ സമയത്തും ഒളിവിലിരുന്ന സമയത്തും ഒക്കെ പിന്നെ ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതേ നിലപാട് തന്നെ മുകേഷിന്റെ കാര്യത്തിൽ തുടരുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കേസുകളുടെ കാര്യത്തിൽ CPM-ന്റെ നിലപാടിന് ആ ഒരു തുടർച്ചയുണ്ട്. അതിലുമുണ്ട് ആ തുടർച്ച, ഇതിലും ആ തുടർച്ചയുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. ലൈനാണ് ആ പാർട്ടിയുടെ ലൈനിന്. അതുകൊണ്ട് എല്ലാവരും അംഗീകരിച്ചൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതെ അല്ല, വിഷയം മറ്റൊരു വിഷയമാണ്. ആ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്, പാർട്ടിയുടെ പൊതു നിലപാടിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇനി താങ്കൾ ചോദിച്ചതുപോലെ വിഷയത്തിലേക്ക് വരുമ്പോൾ ശബരിമലയിൽ ഏറ്റവും ലോ പ്രൊഫൈലിലാണ് ഈ പോറ്റി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ നിൽക്കുന്നത്. ലോ പ്രൊഫൈൽ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഏതെങ്കിലും അധികാര ശ്രേണിയിൽ, ഈ പിന്നെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള പൂജാ ശ്രേണിയിൽ, പൂജാരിമാരുടെ ശ്രേണിയിൽ എവിടെയും ഇയാൾ വരുന്നില്ല ഒരു ഘട്ടത്തിലും. അതേസമയം മേൽശാന്തി കഴിഞ്ഞുള്ള കീഴ്ശാന്തി കഴിഞ്ഞ് പിന്നീട് സഹായികളായ ശാന്തിമാരുടെയും കീഴാളനായിട്ട് നിൽക്കുന്ന ഒരു പരികർമ്മിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമലയിൽ അയാളുടെ ജോലി അതാണ്, പരികർമ്മിയുടെ ജോലി. പിന്നെ അത്രയും ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ ജോലി ചെയ്യുന്ന പിന്നെ പരികർമ്മിയായി നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പിന്നെ സോണിയാഗാന്ധിയെ പോലെ VVIPയുടെ അടുത്തെത്താൻ കഴിയുക എന്നുള്ളത് സുപ്രധാനമായ പ്രശ്നമാണ്. അതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. കാരണം പിന്നെ ഇദ്ദേഹം ആരാണ്, എനിക്ക് തോന്നുന്നത് ഷഫീറാന്ന് തോന്നുന്നു, ഒരു ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞത് സോണിയാഗാന്ധിയുടെ അസുഖം മാറാൻ ചരട് കെട്ടിക്കൊടുക്കാനാണ് പോയതെന്ന്. അപ്പൊ അങ്ങനെ ചരട് കെട്ടിക്കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് മുഖവിലേക്ക് എടുക്കുകയാണ്. ഞാൻ BRM ഷഫീറിനെ അവിശ്വസിക്കാതെ തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തന്ത്രിമാർ ഇത് ഇക്കാര്യം ഒന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് ചരട് കെട്ടിക്കൊടുക്കാൻ എപ്പോഴേ സന്നദ്ധരാണെന്നേ. ആർക്കാണത് അറിയാത്തത്? തന്ത്രിമാർക്ക് സാധിക്കാത്ത കാര്യമാണോ? പ്രധാനപ്പെട്ട വ്യക്തികൾ ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ചാണ് ചോദ്യം. അല്ലാതെ ഈ പറഞ്ഞ പോറ്റിപ്പോയ വഴികൾ തേടുകയല്ല SIT ചെയ്യുന്നത്. SITക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല. 98-ൽ സ്വർണ്ണപ്പാളി അവിടെ വച്ച സമയം മുതലുള്ള അന്വേഷണമാണ് നടത്തുന്നത്. വളരെ കൃത്യമായിട്ട് SIT ബോധിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ ആരോപണമായിട്ട് ഉന്നയിക്കാം. നമുക്ക് ഈ പർട്ടിക്കുലർ കേസിലേക്ക് വരുമ്പോൾ അതല്ല, സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ്. ഈ പറഞ്ഞ പത്മകുമാറിന് ശബരിമലയുമായുള്ള നല്ല ബന്ധം, അവരുടെ കുടുംബത്തിന് ശബരിമലയുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അതിൽ സ്വർണ്ണപ്പാളിയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അത് വെറുതെ പറയുന്നതാണെന്ന് കോടതി പറയുകയാണ്. കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് പത്മകുമാറിനെന്ന് പറയുകയാണ്. പത്മകുമാറിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചും കോടതി പറയുകയാണ്. അപ്പോൾ സോണിയാഗാന്ധിക്ക് ചരട് കെട്ടിയതല്ല പറയേണ്ടത്. ഇവിടെ ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ടാണ് ഉത്തരവാദിത്തം. സർക്കാരിന് ഈ പറയുന്ന ദേവസ്വം ബോർഡിലുള്ള ഉത്തരവാദിത്തം. ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ 4 പ്രധാനപ്പെട്ട അംഗങ്ങൾ ഇപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല അവർക്കും ഉണ്ടായിരുന്നല്ലോ ബന്ധം എന്ന ഈ മറുവാദം ഒരു മറുപടിയല്ല. മറുവാദം രാഷ്ട്രീയമായിട്ടൊക്കെ നിൽക്കുമായിരിക്കും, പക്ഷേ ജനങ്ങളാണല്ലോ ആത്യന്തികമായി കേൾക്കുന്നത്. അവർക്ക് വിശ്വസനീയമായ അല്ലെങ്കിൽ ബോധ്യപ്പെടുന്ന ഒരു മറുപടിയാണ് വേണ്ടത്. ശ്രീ ജയേന്ദ്രൻ, എന്തുകൊണ്ട് പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടിയിൽ നിലനിർത്തുന്നു എന്നുള്ളത് നിങ്ങൾ ഭയന്നിട്ടാണ് എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനൊരു മറുപടിയുണ്ടോ? ഭയമല്ല എങ്കിൽ എന്ത് വികാരമാണ് ഇപ്പോഴും അദ്ദേഹത്തെ പാർട്ടിയിൽ നിലനിർത്താൻ പ്രേരിപ്പിക്കുന്നത്? കാരണം അങ്ങ് ഈ പറഞ്ഞതുപോലെ മറ്റ് 2 വ്യക്തികൾ തമ്മിലുള്ള കേസോ അല്ലെങ്കിൽ ലൈംഗികാരോപണമോ അതും അതിൻ്റെതായ ഗ്രാവിറ്റിയൊക്കെ ആ വിഷയത്തിനുണ്ട്. പക്ഷെ ഇത് കേരളത്തിൽ ആകെ തന്നെ ഭക്തരെ തന്നെ ബാധിച്ചിരിക്കുന്ന വിഷയമാണ് അല്ലേ? ശബരിമല എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, ശബരിമല എത്രത്തോളം വലിയ ഒരു സംവിധാനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഭക്തരെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്, ഭക്തരുടെ വികാരത്തെ ബാധിക്കുന്ന വിഷയമാണ്. അത് ഇത്ര വലിയ വിഷയമായിട്ടും, തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്ന വിഷയമായിട്ടും നടപടി വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നൊരു ചോദ്യം, അതൊരു മോശം ചോദ്യമാണോ ശ്രീ ജയേന്ദ്രൻ? അത് താങ്കളുടെ ഇന്റർപ്രിട്ടേഷൻ മാത്രമാണെന്നേ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും സ്മൃതി. കാരണം ഇതിൻ്റെ അകത്ത് താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ ആൾക്കാർ മറുപടി പറയാവൂ എന്ന സാക്ഷ്യം എന്തിനാണ്?
ഇപ്പം എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കതിനകത്ത് പറയാനുള്ള മറുപടിയുടെ ഭാഗങ്ങൾ കേൾക്കുക, അത് താങ്കളുടെ മറുപടിയായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ അതിനുശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് അത് ഏത് രൂപത്തിലാണ് ഖണ്ഡിക്കാം. അതിന് പകരം ഇടയ്ക്ക് വെച്ച് എന്നെ തടസ്സപ്പെടുത്തിയിട്ട് താങ്കൾ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്. അങ്ങനെയല്ല സുജേന്ദ്രൻ, തുടർച്ചയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാദമായതുകൊണ്ടാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ തള്ളിക്കളഞ്ഞൊരു വാദമാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ ഈ CPIMന്റെ കാര്യത്തിൽ അവരാണല്ലോ CPIMന്റെ ആധികാരികമായി കേരളത്തിലെ കാര്യത്തിൽ വർത്തമാനം പറയാൻ അവകാശമുള്ള അധികാരമുള്ള സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ജയചന്ദ്രന് പറയാൻ കഴിയില്ല. അത് എനിക്കെന്നല്ല, താങ്കൾക്ക് പറയാൻ അധികാരമൊന്നുമില്ല അക്കാര്യത്തിൽ അവരുടെ ഒരു പാർട്ടി മെമ്പറെ സംബന്ധിച്ച്. അല്ല, ഞാൻ അങ്ങോട്ട് വരുമല്ലേ. ഇത് പറയുമ്പോ ഇവിടെ തുടക്കത്തെ താങ്കൾ രമേശ് ചെന്നിത്തലയുടെ കാര്യം കാണിച്ചു, VD സതീശന്റെ കാര്യം, അദ്ദേഹത്തിന്റെ ബൈറ്റ് കാണിച്ചു. അവരൊക്കെ പറയുന്നത് എന്താണ്? ഇവിടെ ജനീഷ് പറഞ്ഞത് എന്താണ്? രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ താങ്കൾ പറയുന്ന പോലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നോ അതല്ല. ഈ SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്റർഗേറ്റ് ചെയ്തപ്പോൾ, ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട ചില വിവരങ്ങളുണ്ടെന്ന്. ആ വിവരങ്ങളുടെ ഒരു ഭാഗമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച രൂപത്തിൽ ഞാൻ പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ അത് പറയണ്ട, താങ്കൾ നിശ്ചയിക്കുകയാണ്, അത് പറയണ്ട. അതല്ല ഇവിടെ പ്രശ്നം, പത്മകുമാറാണ് പ്രശ്നം. പക്ഷേ എനിക്ക് കിട്ടിയ വിവരങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. പിന്നെ അയാൾ അവിടെ ചുമതലപ്പെട്ട ആരുമല്ല, പക്ഷേ അയാൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റി. അതിന്റെ കാരണങ്ങളെ കുറിച്ച് SIT ചോദിച്ചു. അപ്പോൾ അയാൾ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ ബോധ്യത്തിൽ വന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയണ്ടേ? ഇത്തരം ഒരു ചർച്ചയിൽ രാഷ്ട്രീയമായിട്ടാണ് ഞാൻ പറയുന്നതെന്ന് ജനീഷിനെ പോലെ ഒരു യുവ നേതാവ് പറയുമ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ലേ? സോണിയാഗാന്ധിയെ കുറിച്ച്, സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിയതുള്ള ആരോപണമൊന്നും ഞങ്ങളത് മുന്നോട്ട് വെക്കുന്നില്ല എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയാണ് പറഞ്ഞത്. സോണിയാഗാന്ധി ആ തരത്തിൽ പ്രതിക്കൂട്ടൽ നിർത്തുന്നതിനോട് യോജിപ്പില്ല, അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പാർട്ടിയുടെ ഒരു വാദമായി, രാഷ്ട്രീയവാദമായി അത് ഉയർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ രാഷ്ട്രീയവാദം ഉന്നയിച്ചില്ല. ഞാൻ പോറ്റി പറഞ്ഞ കാര്യം, SITക്ക് കിട്ടിയ മറുപടിയിൽ പോറ്റി പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ആ സോണിയാഗാന്ധി ഇടപെട്ടുവെന്നോ സോണിയാഗാന്ധിയെ രാഷ്ട്രീയമായിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനോ ഞാൻ ശ്രമിച്ചില്ല. അയാൾ പറഞ്ഞ കാര്യം, മുഖ്യപ്രതിയായിട്ട് അകത്ത് കിടക്കുന്ന ആള് SITക്ക് കൊടുത്ത മൊഴികൾ ഉണ്ട് എന്ന് എനിക്ക് കിട്ടിയ വിവരത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആ സോണിയാഗാന്ധി അറ്റാക്ക് ചെയ്യുന്ന കാര്യമല്ല, എങ്ങനെയല്ല അവിടെ എത്തി എന്നുള്ളതാണ് പ്രശ്നം. അല്ല, സോണിയാഗാന്ധി ഇൻവോൾവ് ചെയ്യിക്കാനല്ലല്ലോ എന്റെ ശ്രമം. അത്ര ഒരു ദുഷ്ടലാക്കും എനിക്കില്ല താനും. അതെന്റെ പണിയുമല്ല. ഞാൻ അതിലേക്കല്ല പോകുന്നതും, ഞാൻ അതിലേക്ക് പോവുകയുമില്ല. പക്ഷേ ഇതിന്റെ അകത്ത് പിന്നെ 9 പേര് ഇപ്പൊ അകത്ത് കിടക്കുന്നതിൽ പ്രധാനപ്പെട്ട 1-ാം പ്രതിയാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വരുന്നതെന്നേ. അതുകൊണ്ടാണ് പറയാൻ ഞാൻ തയ്യാറാവുന്നത്. 1-ാം പ്രതിയും 2-ാം പ്രതിയൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പത്മകുമാർ അകത്തായിട്ടുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന് വരുമ്പോൾ അത് കഷ്ടമാണ് എന്നുള്ളൂ. ശ്രീ TK രാജഗോപാൽ, ഇപ്പോൾ പത്മകുമാറുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും തുടർച്ചയായി ജാമ്യം ഹർജി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. SIT ഇപ്പോൾ പത്മകുമാറിന്റെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കോടതിയിൽ നിന്ന് മാധ്യമങ്ങൾക്കും ബാഹ്യശക്തികൾക്കും നേരെ വന്നിരിക്കുന്ന വിമർശനമാണ് ശ്രീ ജയേന്ദ്രൻ ഊന്നുന്നത്. ഇതിൽ പല ഘട്ടങ്ങളിലും ദൈവതുല്യനായ ആൾ എന്ന് പറയുന്നത് അത് തന്ത്രിയാണ് എന്ന രൂപത്തിൽ ചില വിലയിരുത്തലുകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്ത്രി അറിയാതെയാണ്, തന്ത്രിയോട് ചോദിക്കാതെയാണ് എന്ന് തന്നെയാണ് SIT ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നില്ല SIT എന്നൊരു കാര്യം കൂടി മുന്നിൽ വരികയാണ്. ശ്രീ രാജഗോപാൽ, ഇപ്പോൾ SIT നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, അതിന്മേൽ കോടതി ഇരിക്കുന്ന നിലപാട് അങ്ങ് എങ്ങനെ കാണുന്നു? ആദ്യമായിട്ട് പിന്നെ തള്ളാറായില്ലേ എന്നാണല്ലോ പ്രതി ഇന്നത്തെ തലക്കെട്ട് വന്നിരിക്കുന്നത്. അതെ, എങ്ങനെ തല്ലാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. CPMന്റെ പ്രമുഖരായ 3 MLA-മാര് ഇന്ന് വന്നിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖരായ 3 MLA-മാര്. രാജു എബ്രഹാം എന്ന് വന്നു, അന്വേഷണത്തിന്റെ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമെന്നാണ് പറയുന്നത്. 3 MLA-മാര് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഒരു തലവേദന നോക്കി. ആദ്യം പത്മകുമാറിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്ന പോലെ അദ്ദേഹം ഇതൊരു കേസാണ്, ഇതൊരു മോഷണ കേസാണ്. ജയേന്ദ്രൻ സാറ് പിന്നെ ചില കോൺഗ്രസ് MLA-മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതുപോലെയല്ല സാർ, ഇതൊരു വലിയ മോഷണ കേസാണ്. മോഷണ കേസിലാണ് ഇവര് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ജയിലിലാണ്, എത്ര ദിവസം കൊണ്ട് ജയിലിൽ കിടക്കുകയാണ്. മറ്റേതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ പാർട്ടി എടുക്കേണ്ട നടപടികളോ അല്ലെങ്കിൽ അവരുടെ മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ പത്മകുമാറിന്റെ കാര്യത്തിലുള്ളത്. എന്തുകൊണ്ട് നടപടി വൈകുന്നു? കുറ്റപത്രം വരട്ടെ എന്നാണ് ഇപ്പോഴും പറയുന്നത്. കുറ്റപത്രം ഏത് കാലത്ത് വരുമെന്ന് നമുക്കൊക്കെ സാധാരണ രീതിയിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരുപക്ഷെ ഭയമായിരിക്കാം. പത്മകുമാർ എല്ലാം അറിയുന്ന ആളാണ്. പത്മകുമാർ പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷത്തോട് ചേർന്ന് എല്ലാം അറിയാവുന്ന ആളാണ്.
ഒരു പക്ഷേ അത് വല്ലതും ആയിരിക്കാം എന്നാണ് ഞാൻ സംശയിക്കുന്നത്. രണ്ടാമത്തെ ആളെ നോക്കുക. ആറന്മുള പ്രമുഖനായ MLA ആയിരുന്നു. ഒരു തവണ അദ്ദേഹം ജയിച്ചുള്ളെങ്കിലും ആറന്മുളയിലെ വളരെ പ്രമുഖനായ MLA ആയിരുന്നു, വളരെ ജനകീയനുമായിരുന്നു. അദ്ദേഹം VS പക്ഷത്തോടെ ചേർന്നു നിൽക്കുന്ന ഒരാളാണെന്നാണ് അന്ന് നമ്മൾ വാർത്തകളിൽ വരുന്നതും അത് തന്നെയാണ്. അതിന്റെ ഒരു ശരിയായ നിരീക്ഷണമെന്ന് എനിക്ക് തോന്നുന്നു. VS പക്ഷത്തിന്റെ വളരെ പ്രമുഖനായ വക്താവായിരുന്നു അദ്ദേഹം. UDF-ന്റെ കയ്യിലുണ്ടായിരുന്ന കുത്തക മണ്ഡലമായിരുന്ന ആറന്മുളയെ CPM-ന് വേണ്ടി തിരിച്ചുപിടിച്ച ആളാണ്. KC രാജഗോപാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന തലവേദന നോക്കി. അദ്ദേഹം കഴിഞ്ഞ ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിന് മത്സരിക്കണമെന്നൊരു ആഗ്രഹം പോയപ്പോൾ പഴയ പ്രമുഖരായ ആളുകളും മറ്റേ തലമുതിർന്നവരും പറഞ്ഞു മാറി നിൽക്കണം എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞെങ്കിലും അദ്ദേഹം മത്സരിച്ചപ്പോ എന്താ സംഭവിച്ചത്? ചെറിയ മാർജിന് കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെന്ന് ആലോചിക്കണം. അദ്ദേഹത്തെ പോലെ പ്രമുഖനായ ഒരു നേതാവ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് എന്താണ്? കോടഞ്ചേരിയിലെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയെ പരസ്യമായിട്ടാണ് വിമർശിച്ചത്. പരസ്യമായിട്ട് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. CPM-ൽ കേട്ടുകഴിവുള്ള ഒരു കാര്യമാണോ അത്? കേട്ടുകഴിവുള്ള കാര്യമല്ല. ഉറപ്പായിട്ട് നടപടിയെടുത്തേനെ വിശദീകരണം ചോദിച്ചേനെ അദ്ദേഹത്തോട്. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? അതാണ് രണ്ടാമത്തെ തലവേദന എന്ന് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ തലവേദന ഇന്നിപ്പോ വന്നിരിക്കുന്ന വാർത്തയാണ്. ഒരു മണിക്കൂർ മുമ്പ് വന്ന വാർത്തയാണ്. ശ്രീ രാജു എബ്രഹാമിനെ കുറിച്ച് അറിയാം. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. 5 തവണ റാന്നിയിൽ MLA ആയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പാർട്ടി അച്ചടക്കത്തെ കുറിച്ചും എന്ത് പുറത്തു പറയണം പറയാതിരിക്കരുത് എന്നതിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ് അദ്ദേഹം. എന്താ സംഭവിച്ചത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് വാക്കുകളാണ് വന്നത്. പ്രത്യക്ഷമായിട്ട് പറഞ്ഞില്ലെങ്കിലും കോന്നിയിലെ MLA, ഇപ്പൊ നിലവിലുള്ള MLA വേണമെങ്കിൽ ആകാം, അദ്ദേഹത്തിന് അവിടെ ആകാം. അല്ലെ റാന്നിയിലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് അവിടെ ആകാം എന്നൊക്കെയുള്ള മട്ടിലുള്ള സംസാരമാണ് വന്നത്. ഈ 5 തവണ MLA ആയിട്ടുള്ള പാർട്ടിയിൽ ഇത്രയും പരിചയസമ്പന്നനായ ഒരു മുൻ MLA-ക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുമോ? എനിക്കറിഞ്ഞൂടാ. പാർട്ടിയുടെ അച്ചടക്കം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഈ ആറന്മുള മണ്ഡലം വലിയ ഇതിലേക്ക് വരികയാണ്. ആറന്മുളയിൽ ഒരു പക്ഷെങ്കില് ഇപ്പൊ വീണ ജോർജിനെതിരെ ഉമ്മൻചാണ്ടിയുടെ മകള് അങ്ങനെയൊക്കെ ആളുകളൊക്കെ മത്സരിക്കും, അല്ലെ അബിൻ വർക്കിയൊക്കെ മത്സരിക്കുമെന്നാണ് പറയുന്നത്. വളരെ ശക്തമായൊരു മത്സര മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുമെന്ന് പറയുന്നു. അത്തരം സാഹചര്യത്തില് ഇവരൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉത്തരവാദിത്തക്കുറവെന്ന് എനിക്കൊന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോ അവസാനം വന്ന വാർത്ത CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു രാജു എബ്രഹാമിനോട് അതിന് വിശദീകരണം വേണമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. 3 തലമുതിർന്ന MLA-മാരാണ്. പാർട്ടി അച്ചടക്കത്തെക്കുറിച്ചും അതിന്റെ ഭരണഘടനയെക്കുറിച്ചും ചട്ടവട്ടങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളുകളാണ്. ഇവരാണ് ഇപ്പൊ ചെയ്യുന്നത്. ഈ പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകളും കഴിഞ്ഞ തവണ LDF ജയിച്ച സീറ്റുകളാണ്. അസംബ്ലി സീറ്റുകൾ. അവിടെയൊക്കെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ? ഗോവിന്ദമാഷ് ഇതിന് വൈകിയാൽ, എന്തെങ്കിലും ഒരു നടപടികൾക്ക് വൈകിയാൽ പാർട്ടിക്ക് ഉണ്ടാകാവുന്ന ക്ഷീണം നമുക്ക് അന്നേരം കാണും. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കാണാവുന്ന മാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. പിന്നെ ശബരിമല SIT-യുടെ റിപ്പോർട്ടിനെ കുറിച്ചാണ് സ്മൃതി രണ്ടാമതിനോട് ചോദിച്ചത്. SIT വളരെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി വളരെ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസ് രജിസ്റ്റർ ശേഷം FIR രജിസ്റ്റർ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടുന്ന് മുങ്ങിയിരുന്നു. നമ്മളത് അറിഞ്ഞു കാണും. ഇയാൾ ഈ താങ്ങുപീഠം ശബരിമലയിലെ ആഗോള സംഘവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇയാൾ താങ്ങുപീഠ വിവാദം ഉയർത്തിയ ശേഷം ഈ താങ്ങുപീഠം എവിടെ എന്നുള്ള ചോദ്യം വന്ന സമയത്ത് ഇത് കാണാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് പള്ളിക്കത്തോട്ടിലെ വാസുദേവന്റെ പേര് പറയുന്നു. അവസാനം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് അത് കണ്ടെത്തുന്നത്. അപ്പോഴത്തേക്ക് പ്രതിസ്ഥാനത്ത് വരും എന്നൊരു ധാരണ വന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടുന്ന് മുങ്ങിക്കളഞ്ഞു. അപ്പൊ നമ്മൾ അന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിമാനത്തിലാണ് ഇയാൾ പോയത്, ബാംഗ്ലൂരിലേക്കാണ് പോയതെന്നാണ് അറിയുന്നത്. അപ്പൊ ഈ ബാംഗ്ലൂരിലെ ഇയാളുടെ ബന്ധങ്ങൾ ഒരു പക്ഷെങ്കിലും പണ്ട് ശ്രീരാംപുര പോലെയുള്ള അമ്പലങ്ങളിലുള്ള പരിചയമാണോ എന്താണെന്നൊക്കെയുള്ള ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും വിമാനത്തിലാണ് പോയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ ഫ്ലൈറ്റിലാണ് പോയെന്നാണ് അറിഞ്ഞത്. അതാണ് SIT സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വരും എന്ന് കണ്ടു കഴിഞ്ഞതിനെ തുടർന്ന് ഈ പറയുന്ന ബെല്ലാരി ഗോവർദ്ധനും അതേപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് പങ്കജ് ഭണ്ഡാരി, ഇവര് 3 പേരും കൂടെ ചേർന്നാണല്ലോ ഗൂഢാലോചന നടത്തിയെന്നാണ് SIT പറയുന്നത്. ഒക്ടോബറിൽ ഇവർ 3 പേരും ബാംഗ്ലൂരിൽ സംഗമിച്ച് ഗൂഢാലോചന നടത്തി. 3 പേരും ഒരു ടവർ ലൊക്കേഷന്റെ കീഴിലുണ്ടായിരുന്നാണ് SIT പറയുന്നത്. അപ്പൊ കേസിൽ പിടിക്കപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുണ്ടാക്കിയ ഒരു നാടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ഇവരൊരു തിരക്കഥ ഉണ്ടാക്കുകയാണെന്നാണ് വളരെ കൃത്യമായിട്ട് ഇന്നലെ ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നു. SIT-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് സംശയിക്കുന്നത്. SIT ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്ന കാര്യം അതാണ്. ഇപ്പൊ ഈ ഒരാഴ്ചക്കകം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണത്തിന്റെ
ആ സ്വർണത്തിന്റെ മാറ്റിനെ കുറിച്ച് എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, അത് എത്ര തിരിച്ചു വന്നത് എത്രയാണ്, അതിന്റെ മാറ്റം എത്രയാണ്. 24 കാരറ്റ് തങ്കമാണ് പോയിരിക്കുന്നത്. ഈ തിരിച്ചു വന്നിരിക്കുന്നത് ഇത് ശരിയായിട്ടുള്ള സ്വർണം തന്നെയായിരുന്നു, ശബരിമലയിലെ ഒറിജിനൽ സ്വർണമായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് VSSCയിലെ പരിശോധന വന്നിട്ട് വരും. ഒരാഴ്ചയ്ക്ക് ആ പരിശോധനാ ഫലം വരുമെന്ന് തോന്നുന്നു. ആ പരിശോധനാ ഫലവും ഗോവർദ്ധന്റെ ജുവലറിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന ഈ 50 പവൻ സ്വർണവും തമ്മിൽ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കേസ് എവിടെ നിൽക്കും? അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെയുള്ള വിദേശ ബന്ധങ്ങൾ, ഇവർ ഈ പറഞ്ഞതുപോലെ ഇത് കടത്തിയിട്ടുണ്ടോ, ഈ പറയുന്ന ശബരിമലയിലെ ഈ വിലപ്പെട്ട അമൂല്യമായ വസ്തുക്കൾ അവർ കടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയത്തിലേക്ക് വരുന്നു. പിന്നെ അവസാനത്തെ ചോദ്യം വന്നത് തന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് 3 ദിവസം മുമ്പ് മാതൃഭൂമി ദിനപത്രത്തിൽ വന്നൊരു ചിത്രം കണ്ടായിരുന്നു, എല്ലാവരും കണ്ടു കാണും എന്ന് തോന്നുന്നു. അതായത് ശബരിമല 2007 ചിത്രമാണത്. 2007 ചിത്രമാണ്. പത്മകുമാറാണ്. ശരിക്കും പത്മകുമാർ പ്രതിസ്ഥാനത്താണെങ്കിലും SITക്ക് സഹായമായ ചില ടിപ്സ് ഒക്കെ ഇട്ടുകൊടുത്തതെന്ന് പത്മകുമാറാണ് കേട്ടോ. ദൈവതുല്യം എന്നുള്ള പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ടിപ്പുകളൊക്കെ പത്മകുമാർ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് പത്മകുമാർ പറഞ്ഞു 2007 അവിടെ എത്തിയത്, ഈ പോറ്റി അവിടെ എത്തിയെന്നുള്ളത് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ പറഞ്ഞിരുന്നത് ഈ എവിടെ നിന്നാണ് തന്ത്രി വന്നതെന്നും പറഞ്ഞിരുന്നു. ആ 2007 ചിത്രം നോക്കുക. 2007 ഇയാളെ തസ്തിക എന്താണ്? ജയേന്ദ്രൻ സാർ മുമ്പേ പറഞ്ഞിട്ട് എന്താ തസ്തികയാക്ക്? ഒരു തസ്തികയുമില്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ. ഇയാള് 2012-ലോ 2013-ലോ ആണ് ഉൾക്കഴകം എന്ന് പറയും ദേവസ്വം ബോർഡിന്റെ പോസ്റ്റിലേക്ക് താൽക്കാലികമായിട്ട് നിയമിച്ചത്. ഉൾക്കഴകം എന്ന് പറഞ്ഞ അടിച്ചുതെളിയാണ്. ശ്രീകോവില് തന്ത്രിയും മേൽശാന്തിയും ഒക്കെ ഇറങ്ങിയ ശേഷം അത് അടിച്ച് വൃത്തിയാക്കുക, പൂക്കളൊക്കെ എടുത്ത് കളയുക, തൂത്തുവാരുക, ഇതൊക്കെയാണ് പണി. അത് 2012-ലോ 2013-ലോ ആണ് താൽക്കാലികമായിട്ട് തസ്തിക കൊടുക്കുന്നത്. പക്ഷെ 2007 ആരുടെ പുറയിലാണ് നിൽക്കുന്നത്? ആരുടെ പുറയിലാണ് പോറ്റി നിൽക്കുന്നത്? പോറ്റി ഒരു പറഞ്ഞ ഒരു മുണ്ട് അല്ലേ, മുണ്ടാണോ തോർത്താണോ, ഒരു ഇരയിടം തോർത്തൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് പോറ്റി. തന്ത്രിയുടെ ശബരിമല തന്ത്രിക്ക് രാജീവിന്റെ തൊട്ടു പുറകിൽ നിൽക്കുകയാണ്. ബിംബം വഹിക്കുന്ന മേൽശാന്തി വളരെ ദൂരെയാണ്. മൂലബിംബം കയ്യിലിരിക്കുന്ന മേൽശാന്തി വളരെ അകലെയാണ് നിൽക്കുന്നത്. പക്ഷെ പോറ്റി അടുത്താണ് നിൽക്കുന്നത്. എന്താണ് ഈ ബന്ധങ്ങൾ കാണിക്കുന്നത്? ഇതെന്തിനെയാണ് കാണിക്കുന്നത്? അപ്പൊ 2007 തന്നെ പോറ്റി അവിടെ ഓപ്പറേഷന് വന്നിരിക്കുന്നു. വളരെ കൃത്യമല്ലേ? വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ SITക്ക് അങ്ങനെ സംശയമില്ലല്ലോ ശ്രീ രാജഗോപാൽ. SITക്ക് അങ്ങനെ സംശയമില്ല, കോടതി അങ്ങനെ വിലയിരുത്തലിലേക്കും എത്തുന്നില്ല. SIT എന്ത് സംശയമില്ലെന്നാണ് സ്മൃതി പറയുന്നത്? എന്ത് സംശയമില്ലെന്ന് SIT പറഞ്ഞത്? തന്ത്രിയുമായുള്ള ബന്ധം, അല്ലെങ്കിൽ തന്ത്രിയാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളുണ്ടല്ലോ, അത്തരത്തിലൊരു സംശയത്തിലേക്ക് SIT നീങ്ങിയിട്ടില്ല. അത് വേറെ വിഷയമാണ്. അത് വിഷയം വേറെയാണ്. അതേ കട്ടളപ്പാടി ഇളക്കിയപ്പോഴും അതേപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിയ സമയത്തും തന്ത്രിയുടെ ഒപ്പ് മഹസറിൽ വന്നില്ല. അത് 2019-ലെ വിഷയങ്ങളാണ് ഈ പറയുന്നത്. 2019-ലെ വിഷയങ്ങളാണ് ഇന്നലെ കോടതി പരാമർശിച്ചിരിക്കുന്നത്. അതല്ല ഞാൻ പറയുന്നത്. 2007 എങ്ങനെ ഈ പോറ്റി അവിടെ എത്തി? അദ്ദേഹത്തിന്റെ തൊട്ട് ചേർന്ന് നിൽക്കുകയാണ് അദ്ദേഹം. അതിനെങ്ങനെ സാധിച്ചു? അതാണ് ആ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറഞ്ഞത് കേട്ടില്ലേ, 98 മുതൽ അന്വേഷിക്കണം. അതായത് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ കാലം മുതലുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ തന്ത്രിയെ അത്തരത്തിലുള്ള, അതുകൊണ്ട് പത്മകുമാര ജാമ്യം തള്ളിയത് എന്തുകൊണ്ടാണെന്ന്? പത്മകുമാര ജാമ്യം തള്ളിയതുകൊണ്ട് തന്നെയാണ്. ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇറക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ആളുകളെ ഭക്തന്മാരുടെ സ്പർശമേറ്റ് ഇതിനകത്തിലൊക്കെ ചില ചെമ്പ് തെളിഞ്ഞു എന്നൊക്കെയുള്ള വാദങ്ങൾ വന്നിരുന്നു. അതേ തുടർന്നാണ് ദ്വാരപാലക ശില്പങ്ങൾ ഇറക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് കട്ടളപ്പാളി കേസിലും പത്മകുമാരന്റെ ജാമ്യം തള്ളിയല്ലോ. അതേലാരും തൊടുന്നില്ലല്ലോ. അതേലാരും ഈ പറയുന്ന കട്ടളപ്പടിയേൽ ആരും ചെന്തൊടുന്നില്ല. അതിനു മുമ്പ് വാതിലിളക്കി. വിജയമല്യ ഏറ്റവും കൂടുതൽ സ്വർണം കൊടുത്തിട്ടുള്ള ചില സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഏതാണ്ട് 2-2.5 കിലോ സ്വർണമാണ് അവിടെ വന്നിരിക്കുന്നത്. ഈ പറയുന്ന ഇതിലൊക്കെ എങ്ങനെയെന്ന് തൊട്ടുവരെ ഈ വ്യാളിയിലും അതേപോലെ തന്നെ പ്രഭയിലും ഒക്കെ അതിലൊന്നും ആരും തൊടാനൊക്കത്തില്ല. വളരെ പൊക്കത്തിലാണ് അതൊക്കെ നിൽക്കുന്നത്. ഇതൊക്കെ ഇളക്കിക്കൊണ്ട് പോയ സമയത്തും പത്മകുമാറുണ്ട് അവിടെ. പത്മകുമാറിന് ഇതെല്ലാം നിയമങ്ങൾ അറിയാൻ വഴിയല്ല. പത്മകുമാറിന് എല്ലാ നിയമങ്ങളും അറിയാം. അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്, ശബരിമലയായിട്ട് ഏറ്റവും ആത്മബന്ധമുള്ള ആളാണ്. അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്, നിയമം അനുസരിച്ചിട്ടുമുണ്ടല്ലോ. അദ്ദേഹം അയ്യപ്പസ്വാമിയുടെ കയ്യിലിരിക്കുന്ന യോഗദണ്ഡ് രുദ്രാക്ഷമാല എടുത്തുകൊണ്ട് പോയപ്പോൾ നിയമം പാലിച്ചല്ലോ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് നിയമം പാലിച്ചു. അത് സന്നിധാനത്തിട്ട് തന്നെയാണ് ചെയ്തു കൊടുത്തത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നിയമങ്ങൾ അറിയാമെങ്കിൽ എന്തുകൊണ്ട് മുമ്പ് അറിഞ്ഞുകൂടാതിരുന്ന അദ്ദേഹത്തിന്?
അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് 2 ജാമ്യങ്ങളും തള്ളിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി. ഇന്നും പത്മകുമാറെ എത്ര ദിവസങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാലും അതിനകത്തിന് ഒരു സാധൂകരണം കിട്ടുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി. അതുപോലെ തന്നെ കോടതിയുടെ കാര്യങ്ങളൊക്കെ വരട്ടെ, അന്വേഷണങ്ങൾ വരട്ടെ. ഈ 98-ന് ശേഷം പക്ഷേ ദേവസ്വം ബെഞ്ച് ഇന്നലെ പറഞ്ഞിരിക്കുന്ന കാര്യം, SIT പറഞ്ഞത് 4 തരത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നാണ്. 98-ലെ അന്വേഷണം, 98-ലെ വിജയ് മല്യ എത്ര കൊടുത്തിരിക്കുന്നു, അതിനെക്കുറിച്ചാണ് 98-ലെ അന്വേഷണം വരുന്നത്. അതിന്റെ റെക്കോർഡുകളും ഇല്ല. അത് ആദ്യത്തെ ഘട്ടം ആലോചിക്കുന്നില്ലേ, സ്മൃതിക്ക് ഓർമ്മയില്ല. അത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു റെക്കോർഡും ഇല്ലെന്നാണ് പറയുന്നത്. എത്ര സ്വർണം, അത് സംബന്ധിച്ച് ഒരു രേഖകളുമില്ല. അതിന്റെ വരവ് ചെലവുകൾ, എത്ര സ്വർണം വന്നെന്നോ എവിടെയൊക്കെ എത്ര ഉപയോഗിച്ചെന്നുള്ളതിനെ കുറിച്ച് ഒരു രേഖകളും ഇല്ലെന്നാണ് പറയുന്നത്. അവസാനം കോടതിക്ക് ഉത്തരവിടേണ്ടി വന്നില്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് എന്ന് ചോദിച്ചിട്ടും ആരും കൊടുക്കുന്നില്ല. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കോടതി എന്താ ഓർഡർ ഇട്ടത്? നിങ്ങളത് പിടിച്ചെടുക്കൂ, നിങ്ങളത് പിടിച്ചെടുക്കൂ എന്നാണ് SITയോട് പറഞ്ഞത്. SIT പിടിച്ചെടുത്തു. SIT പിടിച്ചെടുത്തപ്പോഴാണ് നമ്മൾ കാണുന്നത് വളരെ കൃത്യമായ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. വിജയ് മല്യ കൊടുത്ത ഈ 30 കിലോ സ്വർണത്തിന് ഏതാണ്ട് 15 കിലോയോളം മുകളിലാണ്, ശ്രീകോവിലിന്റെ മുകളിലാണ് പൊതിഞ്ഞിരിക്കുന്നത്. ശ്രീകോവിലിന്റെ മുകളിലാണ് പൊതിഞ്ഞ് 3 താഴികക്കുടങ്ങൾ അടക്കം അവിടാണ് പൊതിഞ്ഞിരിക്കുന്നത്. ബാക്കി 5 കിലോ അതിന് താഴെയായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ തെക്കുവടക്ക് ഭാഗങ്ങളിലായിട്ട് 2 തൂണുണ്ട്. അത് SIT എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വൃശ്ചിക 1-ാം തീയതി തെളിവെടുപ്പിന് എന്ന് എനിക്ക് തോന്നുന്നു. ഒരാളെ എന്നോട് സൂചിപ്പിച്ചൊരു കാര്യം, അവിടുന്ന് അവർ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ആ തൂണ് അവർ ഇളക്കിയിട്ടില്ല, ആ തൂണ് അവർ ഇളക്കിക്കൊണ്ട് പോയിട്ടില്ല. ആ തൂണിനകത്ത് 5 കിലോ സ്വർണ്ണമുണ്ട്. 5 കിലോ സ്വർണ്ണമാണ്. ബാക്കി 5 കിലോയാണ് ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നത്. ബാക്കി 5 കിലോ എന്ന് പറഞ്ഞാൽ വാതില്, കട്ടളപ്പടി, അതേപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങൾ, താങ്ങുപീഠം, അവിടെ നിന്നാണ് 5 കിലോ പോയിരിക്കുന്നത്. അതാണല്ലോ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് ആദ്യം തന്നെ ഇവരുടെ ഈ കണക്കുകളും ചാട്ടവും 500 പേജും ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ജഡ്ജിമാര് പറഞ്ഞത്? അവരുടെ ഒറ്റ വായനയെ തന്നെ കണ്ടു. ഒറ്റ വായനയെ തന്നെ കണ്ടേച്ച് ചോദിച്ചു, എവിടുന്ന് കിട്ടിയത്? ഇതിനകത്തിൽ 4.5 കിലോ കാണുന്നില്ലല്ലോ. ഇതിന്റെ രജിസ്റ്റർ എന്തിയെ, കണക്കെന്തിയെ, മഹസർ എന്തിയെ? അങ്ങനെയാണല്ലോ കേസ്. ഈ കേസിലേക്കൊക്കെ വരാനുള്ള കാരണവും അത് തന്നെയാണല്ലോ. ശരിയാണ്. അപ്പൊ 98-ന് ശേഷം ഇപ്പൊ SIT അന്വേഷിക്കുന്നത് 2019 പക്ഷെ അത് അവിടെ നിൽക്കത്തില്ല. 19 തൊട്ട് 25 വരെ അവസാനത്തെ 2 മെമ്പർമാരെയും ചോദ്യം ചെയ്യണമെന്നാണ്. പ്രസിഡന്റിനെയും മെമ്പർമാരെയും ചോദ്യം, 25-ലുള്ള പ്രശാന്തിനെയും ചോദ്യത്തിന് പറഞ്ഞു കഴിഞ്ഞതാണ്. അതിലേക്ക് കൂടി വരേണ്ടി വരും. ശ്രീ RK ജയരാജൻ, ഇതുവരെയുള്ള SIT അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയാണ് കോടതി ചെയ്തിട്ടുള്ളത്. പക്ഷേ ചില ഘട്ടങ്ങളിൽ SIT ഒന്ന് മുടന്തിയിട്ടുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ്. അതിനുശേഷം വിമർശനം ഉയർന്ന ശേഷം വളരെ വേഗം തന്നെ അടുത്ത നടപടിയിലേക്കും കടന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി സംശയിക്കും. കാരണം സർക്കാർ ഇടപെടലുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കും. അങ്ങനെ ഇല്ല എന്ന് കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ SITക്ക് വേണമെങ്കിൽ വിപുലീകരിക്കാം, കൂടുതൽ സമയവും നൽകിയിരിക്കുന്നു. ഇപ്പോൾ പോകുന്ന അന്വേഷണത്തെ അങ്ങ് എങ്ങനെ കാണുന്നു ശ്രീ ജയരാജൻ? ഇപ്പം നമുക്ക് ലഭിക്കുന്ന ഈ വിവരങ്ങളെന്ന് പറയുന്നത്, കോടതിയിൽ പ്രതികളെ ഹാജരാക്കുമ്പോൾ അതിനോടൊപ്പം സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കസ്റ്റഡി അപ്ലിക്കേഷൻ ചോദിക്കുമ്പോൾ അതിൽ ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ജാമ്യം വരുമ്പോൾ അതിൽ ബെയിൽ ഒബ്ജക്റ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു കാരണം പറയും. ആ കാരണങ്ങൾ, പിന്നെ കോടതിയിൽ ഓപ്പൺ കമൻസ്, ഇത്രയും നിന്നാണ് നമ്മൾ ഈ SITയുടെ നിരീക്ഷണം എന്ന രീതിയിലേക്ക് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് മാധ്യമങ്ങളിലൂടെയും മറ്റും പകർന്നു കിട്ടി വിവരം വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ മർമ്മം ഇതിനേക്കാളും മറ്റൊരു കാര്യത്തിലാണെന്നാണ് എൻ്റെ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല. കാരണം ഇതൊരു മോഷണം ആയിട്ടുള്ള കേസാണ്. ഇത് മറ്റു കേസുകളെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ വളരെ വ്യത്യസ്തമാണ് ഒരു മോഷണ കേസ്. കാരണം ഒരു ബലാത്സംഗ കേസോ കൊലക്കേസോ മറ്റ് സ്ഫോടകമായിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ അതിലൊക്കെ ഒതുങ്ങിയ സാക്ഷിമൊഴികൾ, അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എവിഡൻസ്, സാഹചര്യ തെളിവ്, അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. പക്ഷെ ഒരു കളവ് കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി കിട്ടാത്തിടത്തോളം കാലം ഒറിജിനൽ പ്രോപ്പർട്ടി, ഇപ്പോൾ റിക്കവറി അനുസരിച്ച് കുറേ സ്വർണം SIT സീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ നിന്ന് മോഷണം പോയ ആ സ്വർണ്ണപ്പാളിയുടെ രൂപത്തിലല്ല. അപ്പോൾ ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. ഇത് കോടതികളിൽ വരുമ്പോഴുള്ള ഒരു ഭാവം, ഒരു കാര്യം വളരെ രണ്ട് വാക്കുകളോട് ഞാൻ പറയാം. കോടതിയിൽ ഇതിപ്പോൾ എന്തായാലും കുറേ കഴിയുമ്പോൾ ഇതിൽ കുറ്റപത്രം കൊടുക്കണം. കുറ്റപത്രം കൊടുത്ത് വൈകാതെ അതിൻ്റെ ട്രയൽ ആരംഭിക്കും. ട്രയൽ ആരംഭിക്കുമ്പോൾ ഈ സാക്ഷിയോട്, അതായത് പല സാക്ഷികളുടെയും മൊഴിയിൽ
ഇപ്പോൾ തന്ത്രിയുടെയോ മേൽശാന്തിയുടെയൊക്കെയോ ഈ സ്വർണ്ണപ്പാളി നേരത്തെ അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ കണ്ടിട്ടുള്ള സാക്ഷികളുടെ മൊഴികളുണ്ട്. അതൊക്കെ കോടതിയിൽ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ 164 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവർ എടുത്തിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുന്നൊരു ഒറ്റ ചോദ്യത്തിലേ ഉള്ളൂ, നിങ്ങൾ ഈ സ്വർണ്ണപ്പാളി നിങ്ങൾക്ക് വീണ്ടും കണ്ടാൽ അറിയാം, അങ്ങനെയല്ലേ നിങ്ങൾ പോലീസിനോട് മൊഴി കൊടുത്തിരിക്കുന്നത്? യെസ്. എന്നിട്ട് ആ പ്രതിഭാഗം വക്കീൽ അവിടെ ഇരിക്കുന്ന ആ തുല്യത സ്വർണം, അതായത് ജ്വല്ലറിയിൽ കൊടുത്ത ഗോവർദ്ധൻ്റെ വെച്ചാൽ അവിടെ കൊടുത്ത ആ സ്വർണത്തിന് തുല്യമായിട്ടുള്ള സ്വർണ്ണമാണ് തന്നിരിക്കുന്നത്, അല്ല ആ സ്വർണ്ണപ്പാളിയല്ല. എന്നിട്ട് അത് ഒരു കവറിലുണ്ടാവും. ആ കവറിൽ പ്രോപ്പർട്ടി എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇതാണോ ശബരിമലയിൽ നിന്ന് മോഷണം പോയത്? അപ്പോൾ അയാൾ പറയുന്നു അല്ല, ഇതല്ല. വാസ്തവത്തിൽ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ആ എവിഡൻസ് അവിടെ സ്വാഭാവികമായിട്ടും അത് പ്രതിക്ക് അനുകൂലമായിട്ട് വരികയാണ്. കാരണം നമ്മുടെ നീതിശാസ്ത്രം പുതിയ നിയമമൊക്കെ വന്നിട്ട് പോലും ജൂലൈ തൊട്ട് നമ്മുടെ നാട്ടിൽ പുതിയ നിയമമാണ്. എന്നാൽ പോലും നമ്മുടെ ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്നൊരു നിയമമാണ്, അതായത് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുന്നുള്ളതാണ്. അപ്പോൾ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എപ്പോഴും പ്രതിക്കാണ് കിട്ടുക. അപ്പോൾ ആ സ്വർണം ഇതാണ് കേസിൻ്റെ മർമ്മം. നമ്മൾ ഈ SIT എന്തുകൊണ്ട് അയാളെ ചോദിക്കുന്നില്ല, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൊഴി തന്നുള്ളൂ? ഒരു മൊഴി മാത്രം വെച്ചിട്ടൊന്നും ഒരു കളവ് കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് തന്നെ ഒരുപാട് റിസ്ക്കിയാണ്. എങ്ങനെയാണ് ഇതിപ്പോൾ അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനകത്ത് അവർക്ക് അവരുടെ പേരിൽ കുറ്റപത്രം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ 90 days പറ്റിയില്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടും. അത് സുപ്രീം കോടതി നിയമമാണ്. ജാമ്യം കിട്ടും, അവർ പുറത്തു വരും, ബെയിൽ ഔട്ട് ആവും. പിന്നെ അവർ മൂവ് ചെയ്യണത് ഇതിനെ തിരിച്ച് വേറെ രീതിയിലേക്ക് പോവുക. അതായത് ഈ കേസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല, ഞങ്ങൾക്കെതിരായിട്ട് യാതൊരു തെളിവുകളുമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ പേരുള്ള ഈ കേസ് അന്വേഷണം സ്ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ സുപ്രീം കോടതിയിൽ വരെ കേസ് കൊടുക്കും. അവർക്ക് അതിനുപോലുള്ള പ്രഗത്ഭരായ വക്കീലന്മാരും ഉണ്ടാവും. അപ്പോൾ അതിനെ ഡിഫെൻസ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രോസിക്യൂട്ടേഴ്സാണ് ഉണ്ടാകുക. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ഗ്രാവിറ്റിയൊക്കെ മാറി പിന്നെ അവസാനം ഈ അറസ്റ്റ് ചെയ്ത ഈ ശശിധരനെ പോലുള്ള SP, ഇപ്പോൾ ശശിധരനൊക്കെ അന്വേഷണം കൊടുക്കാനുള്ള കാരണം തന്നെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എറണാകുളത്ത് അറിയപ്പെടുന്ന DCP ആയിരുന്നു. കോടതി ജഡ്ജിമാർക്ക് എല്ലാവർക്കും പേഴ്സണൽ അറിയാം, അയാളെ ഇമേജ് അറിയാം, അയാളുടെ കാര്യപ്രാപ്തി അറിയാം. അയാൾ വലിയൊരു നേതാവിൻ്റെ പേരിലുള്ള ഒരു പണാപഹരണ കേസ് അന്വേഷിച്ച് അതും ഹൈക്കോടതിയിൽ സൂപ്പർവിഷനുള്ളതാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ളൊരു ടീമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അവർക്കൊരു 6 മാസം കൂടി നീട്ടിക്കൊടുത്തുകൊണ്ടോ ഈ കേസിലൊന്നും അടുത്ത കാലത്തൊന്നും ഇത് വെച്ചിട്ട് കുറ്റപത്രം കൊടുക്കാൻ കഴിയില്ല. ഇത് ഞാൻ എൻ്റെ 30 years ഓഫ് എക്സ്പീരിയൻസ് ഇന്നും കൂടി ഞാൻ കോടതിയിൽ ഉച്ചവരെ എവിഡൻസ് കൊടുത്തൊരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഈ കാര്യങ്ങളുടെ ഗൗരവം ഈ SITയിൽ ലീഗൽ എക്സ്പെർട്സ് വേണം. തൊണ്ടി കിട്ടാതെ കാര്യമില്ല എന്നുള്ളതാണ് അല്ലേ? അതെ, അത് കാര്യമില്ല വെച്ചാൽ അതിന് എന്ത് എഫർട്ട് എടുക്കാൻ പറ്റും? ഈ ലിമിറ്റായിട്ടുള്ള ഈ SITക്ക് പകരം അതിന് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഞാൻ അത്ര പറഞ്ഞ് ഞാൻ നിർത്തുള്ളൂ, അല്ല ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. ശരി, അത് കടൽ കടന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടെത്തുമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ജനീഷ്, ഇപ്പോൾ കേസിൽ CPM അനുഭാവികളും അല്ലെങ്കിൽ CPM നേതാക്കളും പ്രതികളാകുന്നു. അപ്പുറത്ത് പോറ്റിക്ക് എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായിട്ടും നല്ല ബന്ധം. അതാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനായി CPM ഉപയോഗിക്കുന്ന ആയുധം. ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ എത്ര കാലം മുന്നോട്ട് പോകാനാകും? ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാതെ പത്മകുമാറുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകില്ല എന്ന് CPM വ്യക്തമായി പറയുകയാണ്. ജനീഷ് കേൾക്കുന്നുണ്ടോ? ജനീഷ് കേൾക്കാമോ? ഒന്നുകൂടി പറയാമോ? ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള നിങ്ങൾക്ക് എത്രത്തോളം ശക്തമായി ഉന്നയിക്കാനാകും? ഇപ്പോൾ നേരത്തെ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞതുപോലെ ഈ പോറ്റിയുടെ ബന്ധങ്ങൾ പരിശോധിച്ചു പോകുമ്പോൾ പോറ്റിക്ക് കോൺഗ്രസ് നേതാക്കളുമായിട്ടും ബന്ധമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ബന്ധമുണ്ട് എന്ന് ആളുകളെ ധരിപ്പിക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിൽ നേതാക്കളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളുമായിട്ടുമുണ്ട്. അങ്ങനെ പോയി സോണിയാഗാന്ധിയുടെ അടുത്തെത്തുവാൻ വരെ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് തിരിച്ചായുധമാകുന്നത്. ഇപ്പുറത്തൊരു പത്മകുമാർ അല്ലെങ്കിൽ 4 CPM നേതാക്കൾ എന്നുള്ള വാദം ഉയർത്തി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതിലപ്പുറമുള്ള ആയുധങ്ങൾ ഇല്ലല്ലോ. നോക്കൂ, പോറ്റിയുടെ കോൺഗ്രസ് നേതാക്കന്മാരൊത്തുള്ള ഫോട്ടോകളൊക്കെ ഒരു ഉണ്ടയില്ല വെടിയായിട്ട് അവസാനിക്കും. കാരണം അത് 2017 മറ്റേ കണ്ട ഒരു ഫോട്ടോയാണ് ഇവരിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ക്രൈം പാർട്ട് നടന്ന 2019 ശേഷവും നിരന്തരമായി പോറ്റി ബന്ധം പുലർത്തിയിട്ടുള്ളത് CPM നേതാക്കന്മാരുമായിട്ടാണ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനുമായി കാണുന്ന ചിത്രങ്ങൾ വന്നു. ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ
ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണല്ലോ ഭീമ ജ്വല്ലറിയുടെ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രിക്കും DGPക്കും ഒപ്പം ഇതേ പോറ്റി തന്നെ പങ്കെടുക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നത്. ആ ചിത്രം പങ്കുവെച്ചതുകൊണ്ടാണല്ലോ കോൺഗ്രസ് നേതാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഈ സംസ്ഥാനത്തിനകത്ത് ഉണ്ടായത്. ബാലൻസിങ് പൊളിറ്റിക്സ് കളിച്ചത് കൊണ്ട് അല്ല, ചിത്രങ്ങൾ വെച്ചാൽ അത് കലാപാഹ്വാനമാകുമോ? ഇന്ന് AK ബാലൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് അതല്ലേ കലാപാഹ്വാനം എന്ന് പറയുന്നത്? അതിനല്ലേ കലാപാഹ്വാനത്തിന് കേസെടുക്കണം? ഒരു ചിത്രം എങ്ങനെ കലാപാഹ്വാനമാകുന്നത്? ഒരു ചിത്രം വെച്ചതിന് വേണമെങ്കിൽ അതിന് എടുക്കാവുന്ന കേസെടുക്കാം. അതൊരു കലാപാഹ്വാനത്തിനുള്ള വകുപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ എത്രയോ ചിത്രങ്ങൾ CPM നേതാക്കന്മാരൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരെ കളിയാക്കിയും പരിഹസിച്ചുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അതൊന്നും കേസെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, പോറ്റിയുടെ ഒരു ചിത്രം വെച്ചുകൊണ്ട് പോറ്റിയെയും CPM ഇപ്പോൾ പെട്ടിട്ടുള്ള ഈ ഒരു കളവ് കേസിൽ നിന്ന് ഇങ്ങനെ ബാലൻസ് ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കില്ല. ഞാൻ അദ്ദേഹം നേരത്തെ പറഞ്ഞു, ഇടയിൽ കയറി സംസാരിക്കരുത് എന്ന് ജയചന്ദ്രൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഇടയിൽ കയറിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ആദ്യ ടേക്കിൽ തന്നെ പറയുന്നത് നീതിക്കും ന്യായത്തിനും നിരക്കാത്ത വാദമാണ് ഞാനിവിടെ പറഞ്ഞതെന്നാണ്. ഞാൻ പറഞ്ഞതാണ് CPMന്റെ നേതാവായ പത്മകുമാറാണ് ഈ മോഷണ കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരാൾ. അദ്ദേഹം ഈ കേസിലെ മുൻ MLA ആണ്. അദ്ദേഹം മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഒരാൾ പ്രതിയാക്കപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തോടു കൂടിയുള്ള SIT ആണ് അന്വേഷിക്കുന്നത് എങ്കിൽ കൂടി ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും CPMും കൊടുക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ള മെസ്സേജ് എന്താണ്? ഞങ്ങൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നുള്ളത് തന്നെയല്ലേ? അത് രാഷ്ട്രീയമായി സ്വാധീനിക്കുന്ന ഒരു മെസ്സേജ് അല്ലേ? ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം CPMനെ സംബന്ധിച്ചില്ലേ? ഇത്തരത്തിലൊരു കേസിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെ ബാധിക്കുന്ന, അവർ വിശ്വാസപൂർവ്വം മലചവിട്ടുന്ന ഒരു സന്നിധാനത്ത് നിന്ന് ഇങ്ങനെ സ്വർണം മോഷ്ടിക്കപ്പെട്ട ഒരു കേസിൽ പ്രതിയാക്കപ്പെടുന്ന ഒരാളെ CPM ഇപ്പോഴും സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമില്ലേ? ഒരു സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് CPMന് ഈ വിഷയത്തിലുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമല്ലേ? ഇവിടെ ഈ പത്മകുമാറിൻ്റെ, വാസുവിൻ്റെ, അതോടൊപ്പം തന്നെ പ്രശാന്തിൻ്റെ ഇവരുടെ നിയമനങ്ങളൊക്കെ എന്താണ്? ഇതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിരുന്നില്ലേ? അപ്പോൾ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം CPMനില്ലേ? ആ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചാൽ ദാ വന്നിരുന്ന് രാഷ്ട്രീയം പറയുന്നു എന്ന് ജയേന്ദ്രൻ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? രാഷ്ട്രീയം തന്നെയാണല്ലോ ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പത്മകുമാറിനെ ഇപ്പോഴും തള്ളിപ്പറയാതെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമല്ലേ? അതില്ലേ ഞങ്ങളെല്ലാം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെയല്ലേ നമ്മളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ പോറ്റിയുടെ കോൺഗ്രസ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വന്നു. അത് അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞാണ് കൃത്യമായ കാര്യം. പോറ്റി നിരന്തരമായി ഇത്തരത്തിൽ ആളുകളെ കാണാനും ആ ചിത്രങ്ങൾ എടുക്കാനും അത് ഉപയോഗിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിനോ അല്ലെങ്കിൽ അടൂർ പ്രകാശിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിത്രത്തിനോ ഒക്കെ രാഷ്ട്രീയമായി ദുരൂഹത കണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചിത്രത്തെ പറ്റി അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? അത് ദുരൂഹമല്ലേ? കടകംപള്ളിയുമായി നിരന്തരമായി കാണുന്ന ചിത്രത്തെ പറ്റി അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? അത് ദുരൂഹമല്ലേ? അപ്പോൾ ഈ രാഷ്ട്രീയവാദങ്ങൾ CPM പറയുന്നത് കൊണ്ടാണ്, രാഷ്ട്രീയമായ സംരക്ഷണങ്ങൾ CPM പറയുന്നത് കൊണ്ടാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വിമർശിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിൻ്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിതാവ് കൂടിയാണ് ഈ കേസിലെ മറ്റൊരു പ്രതിയാക്കപ്പെട്ടിട്ടുള്ള KP ശങ്കരദാസ് എന്ന് പറയുന്നത്. KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ എത്രയോ നീണ്ടുപോയി. ചോദ്യം ചെയ്യുന്നില്ലേ? മറ്റുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാവകാശം കിട്ടി. ഇതെല്ലാം അങ്ങനെ കിട്ടിയതാണ്. നേരത്തെ റിട്ടയർഡ് SP ആയ അദ്ദേഹം സൂചിപ്പിച്ചു, RK ജയരാജ് ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ SITയുടെ അന്വേഷണത്തിൽ ഇപ്പോഴുള്ള അന്വേഷണത്തിന് ശേഷം ഒരു വിചാരണയുടെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ, ട്രയലിലേക്ക് വരുമ്പോൾ എവിഡൻസ് പരിശോധിക്കുന്ന ഘട്ടത്തിൽ കേസ് ദുർബലമാക്കപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണല്ലോ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ ശബരിമലയിൽ നിന്ന് എത്ര സ്വർണ്ണമാണ് മോഷണം പോയത്? മോഷണം പോയ സ്വർണം കണ്ടെത്തിയോ? ആ കണ്ടെത്തിയ സ്വർണം തന്നെയാണ് മോഷണം പോയിട്ടുള്ളത്? യഥാർത്ഥ തൊണ്ടി മുതലാണോ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്? അപ്പോൾ ഈ യഥാർത്ഥ തൊണ്ടി മുതൽ അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ മോഷണം പോയ ദ്വാരപാലക ശില്പങ്ങളോ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികളോ അതെവിടെയാണ്? നമ്മൾ മനസ്സിലാക്കുന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകപ്പെട്ട ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ചെമ്പുപാളികളാണെങ്കിലും അത് ചെമ്പുപാളികൾ മാത്രമാണ് എന്ന് കൈപ്പടയിൽ എഴുതി ചേർത്ത ആളാണ് ഈ പറയുന്ന പത്മകുമാർ. അതൊരു കുറ്റമല്ലേ? പത്മകുമാർ എഴുതി ചേർത്ത് സ്വന്തം കൈപ്പടയിലാണെന്ന് പുറത്തു വരുമ്പോൾ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ CPMനെ സംബന്ധിച്ച് എന്തിനാണ് ചാർജ് ഷീറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്? CPMന് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. CPM രാഷ്ട്രീയമായി നിയമിച്ച പത്മകുമാർ ആ കളവ് കേസിൽ പ്രതിയാക്കപ്പെടുന്നു. ഞാൻ ജനീഷിന്റെ കാര്യത്തിൽ ജനീഷ് പറഞ്ഞ വാചകം തന്നെയാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ സ്മൃതി ചൂണ്ടിക്കാണിച്ചത്. കോടതി നിയമപരമായ കാര്യങ്ങൾ പറയുന്നു, ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞ നൈതികതയില്ലായ്മ, നീതിബോധമില്ലായ്മ എന്ന് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയമല്ലേ പറയൂ, അതാർക്കാണ് അറിയാത്തത്? പക്ഷെ പറഞ്ഞത് താങ്കൾ തന്നെയാണ്. കോടതി നിയമം പറയുന്നു, ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞത് ജനീഷ് തന്നെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഈ സ്മൃതി ചോദിച്ച ചോദ്യത്തിന് പത്മകുമാറിന്റെ കാര്യത്തിൽ
അവരുടെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒരു നിലപാട് ആ പാർട്ടിക്ക് കേരളത്തിലില്ല. എന്തായാലും അതാണ് നിലപാട്. അപ്പോൾ ചാർജ് ഷീറ്റ് വന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ നടപടി ഉണ്ടാവൂ. ചാർജ് ഷീറ്റ് വന്നാൽ നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. MA ബേബി മുതൽ MV ഗോവിന്ദൻ വരെയുള്ളത് അത് പറഞ്ഞിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നിലപാട്. ആ നിലപാടിന് അപ്പുറത്തേക്ക് മാറേണ്ട കാര്യമില്ല. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദേവസ്വം ബോർഡിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പിന്നെ ദേവസ്വം വകുപ്പിന് ആ ഒറ്റ ചുമതലയേ ഉള്ളൂ, ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ. ഈ ഒറ്റ ചുമതലയുള്ളൂ. അത് എഴുതി വെച്ചിട്ടുള്ളതാണ്. 1949 കവനന്റിൽ മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പത്മകുമാറിന് അതിനപ്പുറം റോൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. സാങ്കേതികമായി പറയാം, അത് റോളുണ്ടെങ്കിൽ തെളിയിച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. അല്ല, അതുകൊണ്ടാണ് പിന്നെ ഒരു ദേവസ്വം മന്ത്രിയും ഒരു ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ 4 പേര് ഒപ്പിട്ടിട്ടില്ലാത്ത. അതുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അവിടെ കാര്യമൊന്നുമില്ല. ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നവും ഓവർ അഡ്മിനിസ്ട്രേഷന്റെ പ്രശ്നവും മാത്രമേ ഉള്ളൂ അവർക്ക്. അതിന്റെ അപ്പുറത്തേക്ക് ദേവസ്വം വകുപ്പിനൊന്നും ചെയ്യാൻ കഴിയാൻ നിയമപ്രകാരം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥയാണെന്നേ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇക്കാര്യത്തിൽ ഒറ്റ കാര്യം, ഒരു കാര്യം കൂടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ പിന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു, 2019 പഴയ സ്വർണം പൊതിഞ്ഞ വാതിൽ മാറ്റി പുതിയ സ്വർണം പൂശിയ വാതിൽ പാളികളാണ് കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തലുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നിർണായകമാണ്. സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞിട്ടാണ് ആ വാചകം പറയുന്നത്. അത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ പഴയ പിന്നെ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളി മാറ്റുകയും പുതിയ സ്വർണം പൂശിയ വാതിൽപ്പാളി വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നമായി ഇന്നലെ ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 5-ാം തീയതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഇടക്കാല ഉത്തരവുള്ള പ്രധാനപ്പെട്ട സെക്കൻഡ് ഫേസ്. 4 ഫേസ് പറയുന്നുണ്ടല്ലോ, അത് സെക്കൻഡ് ഫേസ് ആയിട്ട് പറഞ്ഞ ഈ കേസാണ്. അതടക്കമുള്ള കാര്യങ്ങൾ വേറെയും ഉണ്ട്, അത് സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേറെ ചർച്ചകൾ ഉള്ളതുകൊണ്ട് പോകാൻ അനുവദിക്കുക പ്ലീസ്. ശരി ശരി. വളരെ ചുരുക്കി ശ്രീ TK രാജഗോപാൽ, കേസിന്റെ ഭാവി അങ്ങ് എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഞാൻ SITയുടെ കൂടെ തന്നെയാണ് സ്മൃതി. മറ്റെന്തെല്ലാം മാധ്യമ വിമർശനങ്ങൾ എന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള പരാമർശങ്ങളും അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തലുകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ SITയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട് അവരെ കൊണ്ട് അത് അന്വേഷിച്ച് തെളിയിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നല്ല ബോധ്യമുണ്ട് എനിക്ക്. അത് തന്നെയാണല്ലോ അവരുടെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഈ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷവും എന്താണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറയുന്നത്? നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, മറ്റുള്ള പുറത്തുനിന്ന് വരുന്ന ഒരു ശബ്ദങ്ങളെ നിങ്ങൾ പരിഗണിക്കേണ്ടതാണെന്ന് പറയുന്നത് അല്ലേ? ഒരു ശബ്ദങ്ങളെ നിങ്ങൾ പരിഗണിക്കേണ്ട, നിങ്ങൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. എന്താ ഉറപ്പാണ് കൊടുക്കുന്നത് നോക്കുക. അപ്പൊ ധൈര്യമായിട്ട് അവർക്ക് അന്വേഷിക്കാൻ പറ്റും. ഇനി കൂടുതലായിട്ട് ആരെങ്കിലും അന്വേഷണ സംഘത്തിലേക്ക് വേണോ, അതും ചെയ്യാമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട SITയുടെ ഒരു കണ്ടുപിടുത്തം, അതായത് പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി, ഈ 3 കഥാപാത്രങ്ങളിൽ നിന്ന് കാര്യം തെളിഞ്ഞു വരും. അക്കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നില്ല അത്തക്കാര്യത്തില് എന്തെല്ലാം ഇവർ ഇതിനകത്ത് ഗിമിക്സ് നോക്കിയാലും ആദ്യഘട്ടം തന്നെ ഓരോ തട്ടിപ്പുകളാണല്ലോ. ഭണ്ഡാരിയുടെ ഭാഗത്തു നിന്ന്, സ്മാർട്ട് ക്രിയേഷൻസ് ഭാഗത്തു നിന്ന് ഭണ്ഡാരി തന്നെ എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഭണ്ഡാരി അവസാന റോളിലാണ് വരുന്നത്. ഏറ്റവും അവസാന SIT അവിടെ ചെന്ന സമയത്താണ് അല്ലെ? ആ സമയത്താണ് ഭണ്ഡാരി തന്നെ. അതിനു മുമ്പ് അവരുടെ വക്കീലാണ് വന്നുകൊണ്ടിരുന്നത്. അഭിഭാഷകൻ വന്നിട്ടാണ് ഓരോരോ തൊഴിലാളികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും അവസാനം SIT അവിടെ ചെന്നിട്ട് അവർ കണ്ടെത്തി ഇവർക്ക് ഈ ചെമ്പുപാളിയിൽ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണല്ലോ അവർ പറഞ്ഞത്. ആ വാദങ്ങളെ തകർത്തുകൊണ്ട് SIT അത് കണ്ടെത്തിയ ശേഷമാണ് ഭണ്ഡാരി വരുന്നത്. പക്ഷെ ഭണ്ഡാരിയുടെ ഒരു ചരിത്രം നമ്മൾ നോക്കുക. ഭണ്ഡാരിയുടെ ചരിത്രം എന്താണ് കാണുമ്പോൾ നമ്മൾ കാണുന്നത്, അവര് മാളികപ്പുറത്ത് 2009-10 കാലങ്ങളിൽ അവര് സ്വർണം പൂശൽ നടത്തിയിട്ടുണ്ട്. മാളികപ്പുറത്ത് അമ്മയുടെ പ്രതിഷ്ഠയില് അതിന്റെ ആ ശ്രീകോവിൽ അവർ പണിഞ്ഞിട്ടുണ്ട്. അവർ വളരെ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. അതാണ് അവർക്ക് ഒരു വിശ്വാസ്യതയുണ്ട് എന്ന് പിന്നീട് വന്നവർ കരുതാൻ കാരണം എന്നൊരു വിലയിരുത്തലുമുണ്ട്. ശ്രീ RK ജയരാജൻ, അങ്ങ് യോജിക്കുന്നു? പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ഒറ്റ വരിയിൽ ചുരുക്കി പറയാം. എൻ്റെ ഒരു അവസാനത്തെ പറയാനുള്ളൊരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഏത് മോഷണ കേസിലും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. കാരണം മോഷണം നടന്നിട്ട് പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ ആ മോഷ്ടിക്കപ്പെട്ട മുതലുകൾ അതേ രൂപത്തിൽ ഈ റിസീവറുടെ കയ്യിൽ അല്ലെങ്കിൽ ജ്വല്ലറിൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ എങ്ങനെയാണ് സംഭവിക്കാറെന്ന് വെച്ചാൽ, ആ ജ്വല്ലറി ഉടമസ്ഥൻ്റെ ഒരു മൊഴിയുണ്ട്. അതായത് അവരിപ്പോൾ ശബരിമലയിലാണെങ്കിൽ ഈ സ്വർണ്ണപ്പാളി എൻ്റെ അടുത്ത് വിൽക്കാൻ കൊണ്ടുവന്നിരുന്നു, അത് ഞാൻ വാങ്ങിച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, ഞാനത് പിന്നീട് ഉരുക്കി അത് തങ്കക്കട്ടിയായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹാജരാക്കി തരുന്നൊരവസ്ഥയാണ്. അങ്ങനെയാണ് കേസുകൾ ശിക്ഷിക്കാറ്.
പക്ഷേ ഞാൻ കഴിഞ്ഞ 23 കൊല്ലമായിട്ട് എൻ്റെ പേരിൽ ഒരു ജ്വല്ലറി ഉടമസ്ഥ ഇതേപോലെ ഒരു കേസ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കിയെടുത്തോളം ആ റിസീവർ അടക്കം ചേർന്നിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. അപ്പോൾ അയാൾ ഒരിക്കലും പ്രോസിക്യൂഷന് അനുകൂലമായിട്ട് കോടതിയിൽ അത് പറയില്ല. അയാളുടെ സ്വർണ്ണമാണെന്നും ഇപ്പോൾ ഓൾറെഡി കേസുണ്ട്, അയാളുടെ സ്വർണ്ണമാണെന്നും ഭീഷണിപ്പെടുത്തിയെടുത്തുകൊണ്ട് പോയതാണെന്നും എനിക്ക് ആ സ്വർണ്ണം തിരികെ വേണമെന്ന് എനിക്ക് ആവശ്യപ്പെടുക. അതാണ് അങ്ങ് ആശങ്കപ്പെടുത്തുന്ന പോയിന്റ്. അതാണ് അങ്ങ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വളരെ നന്ദി. സമയം കഴിഞ്ഞതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ OJ ജനീഷ്, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ RK ജയരാജൻ, ശ്രീ TK രാജഗോപാൽ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.